എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. പ്ലസ് ടു ബോട്ടണിയിലെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ആ വീഡിയോസ് കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക് ഈസ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്താണെന്ന് നോക്കാം. ഔട്ട് ബ്രീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോസ് പോളിനേഷൻ ആണ്. ഔട്ട് ബ്രീഡിംഗ് മീൻസ് ക്രോസ് പോളിനേഷൻ. അപ്പോൾ സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ക്രോസ് പോളിനേഷന് സഹായിക്കുന്ന ഡിവൈസുകളെയാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇറ്റ് ഫേവേഴ്സ് ദ ക്രോസ് പോളിനേഷൻ, അതായത് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് ഫേവേഴ്സ് ദി ക്രോസ് പോളിനേഷൻ. നോർമലി നമ്മുടെ നാച്ചർ എപ്പോഴും ഫേവർ ചെയ്യുന്നത് ക്രോസ് പോളിനേഷൻ ആണ്. നോർമലി നമ്മുടെ നാച്ചർ എപ്പോഴും ഫേവർ ചെയ്യുന്നത് ക്രോസ് പോളിനേഷൻ ആണ്. അതായത് സാധാരണയായിട്ട് ഫ്ലവേഴ്സിൽ ക്രോസ് പോളിനേഷൻ ആണ് നോർമലി നടക്കുന്നത്. എന്നാൽ ചില ഫ്ലവേഴ്സിൽ സെൽഫ് പോളിനേഷനും നടക്കാറുണ്ട്. നോക്കാം. നാച്ചർ ഫേവേഴ്സ് ക്രോസ് പോളിനേഷൻ. Cleistogamous flower. In the case of Cleistogamous flower, self-pollination occurs. അതായത് Cleistogamous flowers എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ക്ലോസ്ഡ് ഫ്ലവേഴ്സ് ആണ്. അതായത് പെറ്റൽസ് ഒക്കെ മുഴുവനായി കവർ ചെയ്ത് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഫ്ലവേഴ്സിനെയാണ് Cleistogamous flowers എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള Cleistogamous ഫ്ലവേഴ്സിൽ സാധാരണയായിട്ട് നടക്കുന്നത് സെൽഫ് പോളിനേഷൻ ആണ്. ദെൻ നേരത്തെ നമ്മൾ പറഞ്ഞു ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് ബ്രീഡിംഗ് ആണ്. ദെൻ സെൽഫ് പോളിനേഷൻ മീൻസ് ഇൻ ബ്രീഡിംഗ്. ഒരിക്കൽ കൂടി പറയാം. സെൽഫ് പോളിനേഷൻ മീൻസ് ഇൻ ബ്രീഡിംഗ് ആൻഡ് ക്രോസ് പോളിനേഷൻ മീൻസ് ഔട്ട് ബ്രീഡിംഗ്. അപ്പോൾ നാച്ചുറൽ സാധാരണ നടക്കുന്നത് ക്രോസ് പോളിനേഷൻ ആണ്. സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ബ്രീഡിംഗ് ആണ്. ക്രോസ് പോളിനേഷൻ മീൻസ് ഔട്ട് ബ്രീഡിംഗ്. ഈ രണ്ട് കാര്യങ്ങളുടെയും മെറിറ്റ്സും ഡിമെറിറ്റ്സും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതായത് സെൽഫ് പോളിനേഷന്റെയും ക്രോസ് പോളിനേഷന്റെയും അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ വീഡിയോസ് കാണാത്തവർ അതിൻ്റെ ലിങ്ക് താഴെ ഈ ഒരു ടൈറ്റിലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണും. സെൽഫ് പോളിനേഷനേക്കാൾ കൂടുതലായിട്ട് നാച്ചർ എപ്പോഴും ഫേവർ ചെയ്യുന്നത് ക്രോസ് പോളിനേഷൻ ആണ്, അഥവാ ഔട്ട് ബ്രീഡിംഗ് ആണ്. ഓക്കെ, ഇൻബ്രീഡിംഗ് തുടർച്ചയായിട്ടുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ, കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ ലീഡ്സ് ടു ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. അതായത് തുടർച്ചയായിട്ട് സെൽഫ് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഇത് ഇൻബ്രീഡിംഗ് ഡിപ്രഷന് കാരണമാവുന്നു. കാരണം അവിടെ പുതിയ വെറൈറ്റീസ് ഒന്നും ഫോം ചെയ്യുന്നില്ല, ഇൻബ്രീഡിംഗ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ വെറൈറ്റീസ് ഒന്നും അവിടെ വരുന്നില്ല, എവല്യൂഷൻ ഒരു ചാൻസും അവിടെ വരുന്നില്ല. ഓക്കെ, ഇനി മാത്രമല്ല പല ഡിസീസുകളും പെട്ടെന്ന് ഉണ്ടാവാനും ഇത് കാരണമാവുന്നുണ്ട്. ഈ ഒരു ഡിപ്രഷൻ, ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ പല ഡിസീസുകൾ ഉണ്ടാവാനും കാരണമാവുന്നുണ്ട്. ഇനി നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന്റെ കേസിൽ നോക്കാം. ഹ്യൂമൻ ബീയിങ്സിൽ കസിൻസ് തമ്മിലുള്ള മാരേജ് അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സ് തമ്മിലുള്ള മാരേജ് എന്ന് പറയുന്നത് ഒരു ഇൻബ്രീഡിംഗ് ആണ്. ഓക്കെ, ഇൻബ്രീഡിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇൻബ്രീഡിംഗ് അല്ലെങ്കിൽ ഈ ഒരു സെൽഫ് പോളിനേഷൻ, പ്ലാന്റ്സിൽ സെൽഫ് പോളിനേഷൻ നടക്കുന്നത് പോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സിൽ ക്ലോസ് റിലേറ്റീവ്സ് തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ദെൻ നെക്സ്റ്റ് ഉണ്ടാകുന്ന പ്രോജനി എന്ന് പറയുന്നത് ഒരു ഇൻബ്രീഡിംഗ് നടന്നുണ്ടാകുന്ന പ്രോജനി ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പ്ലാന്റ്സിന്റെ കാര്യത്തിൽ പറഞ്ഞു ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സിലും കുറച്ച് കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതായത് ഈ ഒരു മെയിൽ പാർട്ട്ണറുടെയും ഫീമെയിൽ പാർട്ട്ണറുടെയും ജീൻസ് ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും. അപ്പോൾ ഒരുപോലെയുള്ള റെസസീവ് ജീൻസ് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇതിന്റെ ഫലമായിട്ട് ഉണ്ടാവാൻ പോകുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ പ്രോജനിക്ക് എന്തെങ്കിലും ഡിസീസസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ക്ലോസ് റിലേറ്റീവ്സ് തമ്മിലുള്ള മാരേജ് പാടില്ല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. The first outbreeding device in plants that favor the cross pollination is the release of pollen and receptivity of stigma are not synchronized. അതായത് പ്ലാന്റ്സിൽ പോളൻ ഗ്രെയിൻസ് മെച്ചർ ആവുന്ന അതേ സമയത്ത് തന്നെ സ്റ്റിഗ്മയിൽ റിസപ്റ്റിവിറ്റി കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിഗ്മ ഈ പോളൻ ഗ്രെയിൻസിനെ റിസീവ് ചെയ്യാൻ റെഡി ആയി നിൽക്കുകയാണെങ്കിൽ അവിടെ നടക്കുന്നത് സെൽഫ് പോളിനേഷൻ ആയിരിക്കും. ഓക്കെ, അതായത് സാധാരണ സെൽഫ് പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സിലാണ് ഒരേ സമയത്ത് തന്നെ
പോളൻ ഗ്രെയിൻസും സ്റ്റിഗ്മയും മെച്ചുറായി നിൽക്കുന്നത്. എന്നാൽ ഒരുവിധം പ്ലാന്റ്സിലെല്ലാം ഈ കാര്യങ്ങൾ, അതായത് പോളൻ ഗ്രെയിൻസ് മെച്ചുർ ആവുന്നതും സ്റ്റിഗ്മയിൽ റിസപ്റ്റിവിറ്റി കാണിക്കുന്നതും വ്യത്യസ്ത സമയത്തായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവിടെ ക്രോസ് പോളിനേഷൻ ആയിരിക്കും നടക്കുക. ഒരേ സമയത്താണ് ഇവ മെച്ചുർ ആവുന്നതെങ്കിൽ സെൽഫ് പോളിനേഷൻ ആണ് നടക്കുക. എന്നാൽ ഒട്ടുമിക്ക പ്ലാന്റ്സിലും ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് മെച്ചുർ ആവുന്ന സമയത്തിന് ശേഷം, പോളൻ ഗ്രെയിൻസ് മെച്ചുർ ആയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അതിലുള്ള സ്റ്റിഗ്മ മെച്ചുർ ആവുന്നത് അല്ലെങ്കിൽ റിസപ്റ്റിവിറ്റി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യുകയും ക്രോസ് പോളിനേഷൻ നടക്കുകയും ചെയ്യും. Then second one is anther and stigma are placed at different location. അതായത് ആന്തറും സ്റ്റിഗ്മയും അടുത്തടുത്താണെങ്കിൽ അവിടെ കൂടുതലായിട്ട് നടക്കുക സെൽഫ് പോളിനേഷൻ ആയിരിക്കും. സോ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് പല പ്ലാന്റ്സിലും ആന്തറും സ്റ്റിഗ്മയും ഡിഫറെന്റ് ലൊക്കേഷനിലായിരിക്കും കാണുന്നത്. അതിന്റെ ഫലമായിട്ട് അവിടെ നടക്കുന്നത് ക്രോസ് പോളിനേഷൻ ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ഡിവൈസ്, ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെന്റ് location to prevent the self pollination and favor cross pollination. Then third one is self incompatibility. Self incompatibility എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ pollen of a flower cannot germinate on the stigma of the same flower due to genetic mechanisms, due to some genetic mechanisms. അതായത് ഒരു ഫ്ലവറിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഒരു ഫ്ലവറിന്റെ ആന്തറിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിൽ തന്നെയുള്ള സ്റ്റിഗ്മയിൽ പതിച്ചാലും അവിടെ ജെർമിനേഷൻ നടക്കണമെന്നില്ല. അതായത് പോളൻ ജെർമിനേഷൻ നടക്കണമെന്നില്ല. അതിന് കാരണമായിട്ട് വരുന്നത് ഒരുപക്ഷെ പോളൻ ട്യൂബ് ഫോം ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. ഇനി അഥവാ പോളൻ ട്യൂബ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് എംബ്രിയോ സാക്ക് വരെ എത്താത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ പല കാരണങ്ങളാൽ അവിടെ പോളൻ ജെർമിനേഷൻ നടക്കില്ല. അതാണ് സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. ഒരിക്കൽ കൂടി പറയാം, ഒരു ഫ്ലവറിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള, ഒരു ഫ്ലവറിന്റെ ആന്തറിൽ നിന്നും ഫോം ചെയ്തിട്ടുള്ള പോളൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിന്റെ തന്നെ സ്റ്റിഗ്മയിൽ പോയി പതിച്ചു കഴിഞ്ഞാൽ അവിടെ ആ സ്റ്റിഗ്മ ഒരു പക്ഷേ ആ പോളൻ ഗ്രെയിൻസിനെ റിജക്റ്റ് ചെയ്യും. ഓക്കെ, അത് റിസീവ് ചെയ്യില്ല, പകരം റിജക്റ്റ് ചെയ്യും. അതിനെയാണ് സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ഫലമായിട്ട് അവിടെ പോളൻ ജെർമിനേഷനോ കാര്യമൊന്നും അവിടെ നടക്കുന്നില്ല. ഓക്കെ, അതാണ് സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. സോ ഇത് ക്രോസ് പോളിനേഷനെ ഫേവർ ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ട് ക്രോസ് പോളിനേഷൻ ആണ് നടക്കുന്നത്. Then the next outbreeding device to favor the cross pollination is the production of unisexual flowers. എന്തായിരുന്നു യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽ ഗാമീറ്റ് ഒരു ഫ്ലവറിൽ കാണാം, ഫിമെയിൽ ഗാമീറ്റ് മറ്റൊരു ഫ്ലവറിൽ കാണാം. അതായത് ആൺപൂവ് അതുപോലെ തന്നെ പെൺപൂവും വേറെ വേറെ ആയിട്ട് തന്നെ കാണാം. അത്തരം ഫ്ലവേഴ്സിനെയാണ് നമ്മൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഫ്ലവേഴ്സിന്റെ ഫോർമേഷൻ എന്ത് പ്രിവെന്റ് ചെയ്യുന്നു? സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യുന്നു. ഓക്കെ, യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്ത്രേഷ്യം ഒരു ഫ്ലവറിൽ കാണും, ഗൈനേഷ്യം മറ്റൊരു ഫ്ലവറിലായിരിക്കും കാണുന്നത്. ഇത് ക്രോസ് പോളിനേഷൻ ഫേവർ ചെയ്യും. ഓക്കെ, ക്രോസ് പോളിനേഷൻ ഫേവർ ചെയ്യും. ഇൻ മൊണേഷ്യസ് പ്ലാന്റ്സ്, what do you mean by monoecious plants? എന്തായിരുന്നു monoecious plants? ഒരു പ്ലാന്റിൽ തന്നെ ആൺപൂവും പെൺപൂവും കാണാം. അതാണ് monoecious plant. ഓക്കെ, അതായത് ഒരു ഫ്ലവറിലല്ല, ഒരു പ്ലാന്റിൽ തന്നെ ആൺപൂവും ഉണ്ടായിരിക്കും, പെൺപൂവും ഉണ്ടായിരിക്കും. അത്തരം പ്ലാന്റ്സിനെയാണ് monoecious plants എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്ലാന്റിൽ തന്നെ ഒരു ഫ്ലവറിൽ ആന്ത്രേഷ്യം പ്രസന്റ് ആയിരിക്കും, മറ്റൊരു ഫ്ലവറിൽ ഗൈനേഷ്യം പ്രസന്റ് ആയിരിക്കും. ഓക്കെ, അത്തരം ഫ്ലവേഴ്സിനെയാണ്, അത്തരം പ്ലാന്റ്സിനെയാണ് മൊണേഷ്യസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. മൊണേഷ്യസ് പ്ലാന്റ്സിൽ ഓട്ടോഗമി പ്രിവെന്റ് ചെയ്യും. ഓട്ടോഗമി എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓട്ടോഗമി പ്രിവെന്റ് ചെയ്യും. ദെൻ ഗൈറ്റനോഗമി അവിടെ നടക്കും. ഓക്കെ, ഓട്ടോഗമി മാത്രമാണ് അവിടെ പ്രിവെന്റ് ചെയ്യുന്നത്, ഗൈറ്റനോഗമി അവിടെ നടക്കും. ഫോർ എക്സാമ്പിൾ മെയ്സ്, മെയ്സ് എന്ന് പറഞ്ഞാൽ ചോളം. ദെൻ കാസ്റ്റർ, കാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവണക്ക്, അതിനാണ് കാസ്റ്റർ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ഔട്ട്ബ്രീഡിംഗ് ഡിവൈസ് ഈസ് ദി പ്രൊഡക്ഷൻ ഓഫ് ഡയേഷ്യസ് ഫ്ലവേഴ്സ് ഓർ ഡയേഷ്യസ് പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ ഡയേഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡയേഷ്യസ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഓട്ടോഗമിയും ഗൈറ്റനോഗമിയും നടക്കും.
ഓക്കെ, ഡയേഷ്യസ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റിൽ കാണുന്ന മുഴുവൻ ഫ്ലവേഴ്സും മെയിൽ ഫ്ലവേഴ്സ് ആയിരിക്കും. ഓക്കെ, അതേ സ്പീഷ്യസിൽ തന്നെയുള്ള മറ്റൊരു പ്ലാന്റിൽ, മറ്റൊരു ഇൻഡിവിജ്വലിൽ അതിന്റെ ഫീമെയിൽ ഫ്ലവേഴ്സും കാണും. ഓക്കെ, അതാണ് ഡയേഷ്യസ്. അതായത് ഒരു പ്ലാന്റിൽ മുഴുവൻ ഫ്ലവേഴ്സും മെയിൽ ഫ്ലവേഴ്സ് ആയിരിക്കും. അതിന്റെ തന്നെ സെയിം സ്പീഷ്യസ് വേറെ പ്ലാന്റ്സ് ഉണ്ടായിരിക്കും, പക്ഷെ അതിൽ കാണുന്നത് മുഴുവൻ ഫീമെയിൽ ഫ്ലവേഴ്സ് ആയിരിക്കും. ഇത്തരം കണ്ടീഷനെയാണ് ഡയേഷ്യസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഡയേഷ്യസ് കണ്ടീഷൻ ഇറ്റ് പ്രിവെന്റ് ബോത്ത് ഓട്ടോഗമി ആൻഡ് ഗൈറ്റനോഗമി. ഓക്കെ, ഓട്ടോഗമിയും ഗൈറ്റനോഗമിയും അവിടെ പ്രിവെന്റ് ചെയ്യും. അതുവഴി ഇത് എന്തിനെ ഫേവർ ചെയ്യും? ക്രോസ് പോളിനേഷനെ ഫേവർ ചെയ്യും. അപ്പോൾ ഇത്രയും ഡിവൈസുകളാണ് പ്ലാന്റ്സിൽ ഔട്ട് ബ്രീഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഔട്ട് ബ്രീഡിങ്ങിനെ ഫേവർ ചെയ്യുന്ന ഡിവൈസസ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ. പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളൻ ഗ്രെയിൻസ്, ഏത് പോളൻ ഗ്രെയിൻസ് വേണമെങ്കിലും സ്റ്റിഗ്മയിൽ വന്ന് പതിക്കാം, അല്ലേ? ഏത് പോളൻ ഗ്രെയിൻസ് വേണമെങ്കിലും സ്റ്റിഗ്മയിൽ വന്ന് പതിക്കാം. പക്ഷേ സ്റ്റിഗ്മയ്ക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്, ഏത് പോളൻ ഗ്രെയിൻസിനെയാണ് ജെർമിനേറ്റ് ചെയ്യിക്കേണ്ടത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി സ്റ്റിഗ്മയ്ക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾ ദ ഇവന്റ്സ് ഫ്രം പോളൻ ഡെപ്പോസിഷൻ ഓൺ ദ സ്റ്റിഗ്മ until pollen tube enters to the ovule is called as pollen pistil interaction. അതായത് പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്തറിൽ നിന്നും റിലീസ് ചെയ്തിട്ടുള്ള പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ പോളൻ ട്യൂബ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഈ പോളൻ ട്യൂബ്സ് നേരെ ഒവ്യൂള് വരെ എത്തുന്നുണ്ട്. ഇത്രയും ഇവന്റ്സിനെ ഒരുമിച്ച് നമുക്ക് എന്ത് പറയാം? പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഒരു പ്രത്യേക പോളൻ ഗ്രെയിൻ മാത്രമേ സ്റ്റിഗ്മയിൽ വന്ന് പതിക്കാന്നൊന്നുമില്ല. ഏത് പോളൻ ഗ്രെയിൻസ് വേണമെങ്കിലും സ്റ്റിഗ്മയിൽ വന്ന് പതിക്കാം. പക്ഷേ സ്റ്റിഗ്മയ്ക്ക് അത് റെക്കഗ്നൈസ് ചെയ്ത് തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റിഗ്മയിൽ വന്ന് പതിക്കുന്ന പോളൻ ഗ്രെയിൻസ് അത് ഉള്ളിലേക്ക് എൻറ്റർ ചെയ്ത് ഒവ്യൂള് വരെ എത്തുന്നതെല്ലാം കൂടിയുള്ള അത്രയും പ്രോസസ്സിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ. പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷന്റെ ഓരോ സ്റ്റെപ്പും നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഇറ്റ് ഈസ് പിസ്റ്റിൽ റെക്കഗ്നൈസ് ദ റൈറ്റ് പോളൻ ആൻഡ് ആക്സെപ്റ്റ് ഇറ്റ്. അതായത് പിസ്റ്റിൽ വന്നിട്ടുള്ള പോളൻ ഗ്രെയിൻ കറക്റ്റ് സ്പീഷ്യസ്, അതായത് സെയിം സ്പീഷ്യസിൽ നിന്ന് തന്നെ ആണോ എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം പല പോളൻ ഗ്രെയിൻസും വരും, സ്റ്റിഗ്മയിൽ പതിക്കും. പക്ഷേ ഈ സ്റ്റിഗ്മയിൽ പിസ്റ്റിൽ എന്ത് റെക്കഗ്നൈസ് ചെയ്യും? ഇത് വന്നിട്ടുള്ളത് കറക്റ്റ് പോളൻ ആണോ, കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെയിം സ്പീഷ്യസിൽ നിന്ന് തന്നെയുള്ള പോളൻ ഗ്രെയിൻ ആണോ എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യും. അങ്ങനെ ആണെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യും, അല്ല എന്നുണ്ടെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞത് പിസ്റ്റിൽ എന്ത് റെക്കഗ്നൈസ് ചെയ്യുന്നു? വന്നിട്ടുള്ളത് കറക്റ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ തന്നെയാണോ, അല്ല വേറെ ഏതെങ്കിലും സ്പീഷ്യസിന്റെ പോളൻ ഗ്രെയിൻ ആണോ എന്ന് റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ സെയിം സ്പീഷ്യസിന്റെ തന്നെ പോളൻ ഗ്രെയിൻ ആണെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യും, അല്ല എന്നുണ്ടെങ്കിൽ വ്യത്യസ്ത വേറെ ഏതെങ്കിലും സ്പീഷ്യസിന്റെ പോളൻ ഗ്രെയിൻ ആണെങ്കിൽ അത്തരം പോളൻ ഗ്രെയിൻസിനെ പിസ്റ്റിൽ റിജക്റ്റ് ചെയ്യും. ദെൻ അടുത്ത ഇവന്റ് നോക്കാം. പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ്സ് ഓൺ ദ സ്റ്റിഗ്മ ടു പ്രൊഡ്യൂസ് എ പോളൻ ട്യൂബ് ത്രൂ വൺ ഓഫ് ദി ജെർം പോസ്. അതായത് പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്യും. എവിടെ? സ്റ്റിഗ്മയിൽ. ഓക്കെ, പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അത് ജെർമിനേറ്റ് ചെയ്തിട്ട് പോളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ എത്തി, ദെൻ അവിടെ അത് ജെർമിനേറ്റ് ചെയ്യുന്നു, പോളൻ ട്യൂബ്സ് ഫോം ചെയ്യിക്കും. ഓക്കെ, ആൻഡ് പ്രൊഡ്യൂസ് പോളൻ ട്യൂബ്. പോളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഏതിലൂടെയാണ് പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നത്? ത്രൂ ജേം പോസ്. ജേം പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളൻ ഗ്രെയിൻസിൽ, ജേം പോർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളൻ ഗ്രെയിൻസിൽ സ്പോറോപോളനിൻ കാണാത്ത കുഞ്ഞ ഒരു ഏരിയ ഉണ്ട്, ഒരു ഹോൾ ലൈക്ക് സ്ട്രക്ചർ ആണ്, അതാണ് ജേം പോർ. ഈ ഒരു ജേം പോറിലൂടെയാണ് പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നത്. ദെൻ ദ ടു മെയിൽ ഗാമീറ്റ്സ് ഓഫ് ദി പോളൻ ഗ്രെയിൻ മൂവ് ഇൻ ടു ദ പോളൻ ട്യൂബ്. അതായത് രണ്ട് മെയിൽ ഗാമീറ്റ്സ്, പോളൻ ഗ്രെയിൻസിന്റെ രണ്ട് മെയിൽ ഗാമീറ്റ് പോളൻ ട്യൂബിലൂടെ പതുക്കെ പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പോളൻ ട്യൂബ് ഫോം ചെയ്തു. ദെൻ ദ പോളൻ ട്യൂബ് ഗ്രോസ് ത്രൂ ദ ടിഷ്യൂസ് ഓഫ് ദി സ്റ്റിഗ്മ ആൻഡ് സ്റ്റൈൽ. അതായത് ഈ ഫോം ചെയ്തിട്ടുള്ള പോളൻ ട്യൂബ്
സ്റ്റിഗ്മയുടെയും സ്റ്റൈലിന്റെയും ടിഷ്യൂസിലൂടെ പതുക്കെ ഗ്രോ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദ പോളൻ ട്യൂബ് റീച്ചസ് ദി ഓവറി ആൻഡ് എൻറ്റേഴ്സ് ടു ദ ഓവ്യൂൾ ത്രൂ ഫിലിഫോം അപ്പാരറ്റസ്. അതായത് ഈ ഫോം ചെയ്തിട്ടുള്ള പോളൻ ട്യൂബ്സ് പതുക്കെ പതുക്കെ ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അത് സ്റ്റിഗ്മയുടെയും അതുപോലെ തന്നെ സ്റ്റൈലിന്റെയും ടിഷ്യൂസിലൂടെ ഗ്രോ ചെയ്ത് എവിടെ എത്തുന്നു? ഓവറിയിൽ എത്തുന്നു. Then it enters the ovule through filiform apparatus. ഓവറിയിൽ എത്തിയിട്ട് ഫിലിഫോം അപ്പാരറ്റസ് വഴി അത് ഒവ്യൂളിലേക്ക് എൻട്രി ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അത്രയും ഇവന്റ്സ് നടക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ ആണ് സ്റ്റിഗ്മയിൽ പതിക്കുന്നത് എങ്കിൽ മാത്രമാണ്. അതായത് സെയിം സ്പീഷ്യസിലുള്ള പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ പതിക്കുമ്പോൾ മാത്രമാണ് ഇത്രയും ഇവന്റ്സ് നടക്കുന്നത്. എന്നാൽ ഇവിടെ റോങ് ആയിട്ടുള്ള ഒരു പോളൻ ഗ്രെയിൻ ആണ് സ്റ്റിഗ്മയിൽ പതിക്കുന്നതെങ്കിൽ, അതായത് മറ്റൊരു സ്പീഷ്യസിൽ നിന്ന് വന്ന ഒരു പോളൻ ഗ്രെയിൻ ആണ് സ്റ്റിഗ്മയിൽ പതിക്കുന്നതെങ്കിൽ ഇവിടെ പിസ്റ്റിൽ അത് റിജക്റ്റ് ചെയ്യും. ഓക്കെ, അവിടെ പോളൻ ട്യൂബ് ഫോർമേഷനും നടക്കില്ല, പോളൻ ജെർമിനേഷനും ഒന്നും അവിടെ നടക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ ഉള്ളത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.